ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ മലയാളം മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലനേഷനും അതിൻ്റെ ആക്ടിവിറ്റിയും കൂടെ. അപ്പോൾ ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കടക്കാം. അതുപോലെ തന്നെ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അതിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. 3ാമത്തെ യൂണിറ്റ് ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ്. ഓക്കെ, എന്താണ് എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? ജോലി അല്ലേ, തൊഴിൽ. ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരം, അഥവാ അതിലുള്ള ആ ഒരു വൈവിധ്യം, വ്യത്യസ്തത എന്നാണ് അർത്ഥം. അപ്പോൾ ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലിലെ അല്ലെങ്കിൽ ജോലിയിലെ വൈവിധ്യങ്ങൾ, വ്യത്യാസങ്ങൾ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് വായിച്ചു നോക്കാം. കീർത്തിസ് പാരൻസ് ഗീവ് ഹെർ ടോഫീസ് ആസ് എ റിവാർഡ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ അറ്റ് ഹോം റെഗുലർലി. എന്താണ്, നമ്മുടെ കീർത്തിയുടെ പാരൻസ് എന്നും പൂന്തോട്ടം നനക്കുന്നതിന് അവൾക്ക് ടോഫീസ് റിവാർഡായിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, ദെൻ തേജസ് ഈസ് ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ബൈ ഹിസ് പാരൻസ് ഫോർ ഫോൾഡിംഗ് ദ ക്ലോത്ത്സ് റെഗുലർലി അറ്റ് ഹോം. തേജസ് എല്ലാ ദിവസവും വീട്ടിലെ ക്ലോത്ത്സ് ഒക്കെ മടക്കി വെക്കുന്നതിന്, ഫോൾഡ് ചെയ്യുന്നതിന് അവൻ്റെ പാരൻസ് അവന് ബുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. ദെൻ ഹാവ് യു നോട്ടീസ് ദ പിക്ചേഴ്സ് ഗിവൺ എബോവ്. മേലെ കൊടുത്തിട്ടുള്ള പിക്ചർ നിങ്ങൾ മനസ്സിലാക്കിയോ, നിങ്ങൾ നോട്ടീസ് ചെയ്തോ? നമ്മൾ മനസ്സിലാക്കി അല്ലേ. വാട്ട് ഡിഡ് കീർത്തി ഗെറ്റ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ. എന്താണ് കീർത്തിക്ക് ഗാർഡനിൽ ഒക്കെ വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ, പൂന്തോട്ടമൊക്കെ നനച്ചു കഴിഞ്ഞാൽ എന്താണ് കീർത്തിക്ക് കിട്ടാറുള്ളത്? എന്താണ്? ടോഫീസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ടോഫീസ് എന്ന് എഴുതി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് തേജസ് പാരൻസ് അപ്രീഷിയേറ്റ് ഹിം ഫോർ ഫോൾഡിംഗ് ക്ലോത്ത്സ്. എന്താണ് തേജസിൻ്റെ പാരൻസ് അവൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഫോൾഡിംഗ് ക്ലോത്ത്സ് ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കൊടുക്കാറുള്ളത്? ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് അല്ലേ. സ്റ്റോറി ബുക്കാണ് അവിടെ ആൻസർ. വാട്ട് ഡു ദ എൽഡേഴ്സ് ഇൻ യുവർ ഹോം ഗെറ്റ് ഇൻ റിട്ടേൺ ഫോർ ദ വർക്ക് ദേ ഡു. നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന ആളുകൾക്ക്, എൽഡേഴ്സിന് അവർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് കിട്ടാറെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അവർക്ക് പൈസ കിട്ടും അല്ലേ. എന്ത് ജോലിയാണോ ചെയ്യുന്നത് അവർക്ക് അതിനനുസരിച്ചിട്ട് പകരമായിട്ട് അവർക്ക് അതിൻ്റെ പൈസ കിട്ടും, അല്ലെങ്കിൽ കൂലി കിട്ടും. അപ്പോൾ ഈ കിട്ടുന്ന കൂലിയെ, പലതരം കൂലികളുണ്ട്, കൂലി, സാലറി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് ഇൻകം ആണ്. ദെൻ അടുത്തത് നെക്സ്റ്റ് ടോപ്പിക് അതിനെ കുറിച്ചിട്ടാണ്, ഇൻകം ആണ്. ഒബ്സർവ് ദ ഇമേജസ്. ഇവിടെ കുറച്ച് ഇമേജ് തന്നിട്ടുണ്ട്, അതൊന്ന് ഒബ്സർവ് ചെയ്യുക. ഫസ്റ്റ് വന്ന് എന്താണ്? ടീച്ചിങ് ആണ് അല്ലേ. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്, അപ്പോൾ അവിടെ ടീച്ചിങ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തത് ഒരാൾ സാധനങ്ങൾ വിൽക്കുകയാണ്. വിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ ട്രേഡ് ആണ് അല്ലേ, മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ ട്രേഡ് എന്നാണ് നമ്മൾ പറയാം. മൂന്നാമത്തത് എന്താ ചെയ്യുന്നത്? കുട്ടികൾ ഇരുന്നിട്ട് ക്യാരംസ് കളിക്കുകയാണ്, പ്ലേയിങ് ക്യാരം ബോർഡാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടറും നഴ്സും കൂടെ ഒരു രോഗിയെ നോക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ കെയർ ആണ്, ഹെൽത്ത് കെയർ ആണ് അവിടെ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പിക്ചർ, കുറേ കുട്ടികൾ ഇരുന്നിട്ട് ഡ്രോയിങ് ചെയ്യാണ്. അവസാനത്തേത് അവർ വോളിബോൾ കളിക്കുകയാണ്. അപ്പോൾ ഇത്രയും പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നോക്കൂ. Hope you have observed the pictures of people involved in ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളുകളുടെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. വിച്ച് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഇൻവോൾവ്ഡ് ഇൻ. ഓരോ ആളുകളും എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ട്രേഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്? ടീച്ചിങ് അല്ലേ. ട്രേഡ്, ടീച്ചിങ്, പ്ലേയിങ് ക്യാരം ബോർഡ്, ദെൻ ഹെൽത്ത് കെയർ, ഡ്രോയിങ്, പ്ലേയിങ് വോളിബോൾ. ഒന്നുകൂടെ പറയാം. ട്രേഡ് ഇവിടെ തന്നിട്ടുണ്ട്, ദെൻ ടീച്ചിങ്, പ്ലേയിങ് ക്യാരം ബോർഡ്, ഹെൽത്ത് കെയർ, ഡ്രോയിങ്, പ്ലേയിങ് വോളിബോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ദ ഫോം ഓഫ് മണി. നിങ്ങൾക്ക് ഇവിടെ ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ചെയ്താലാണ്, ഏതൊക്കെ പ്രവർത്തനങ്ങൾക്കാണ്, ആക്ടിവിറ്റീസിലാണ് പണം ലഭിക്കുന്നത്? ഒന്ന് ടീച്ചിങ് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനൊക്കെയാണ് ലഭിക്കുക? ടീച്ചിങ്ങിന്, ട്രേഡ്, ഹെൽത്ത് കെയർ, ഈ 3 എണ്ണത്തിനാണ് ഇവിടെ നമുക്ക് ഇൻകം അല്ലെങ്കിൽ മണി കിട്ടുന്നത്. വിച്ച് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് വിത്ത് ഗിഫ്റ്റ്. നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പ്ലേയിങ് ക്യാരം ബോർഡ്, ഡ്രോയിങ്, പ്ലേയിങ് വോളിബോൾ. ഈ 3 എണ്ണത്തിന് നമുക്ക് ഗിഫ്റ്റാണ് കിട്ടുക. അവിടെ നമുക്ക് എന്തല്ല, പണം അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ ഇൻകം അല്ല കിട്ടുന്നത്. ഓക്കെ, സം ഓഫ് അവർ ആക്ഷൻസ് ഗെറ്റ് റിവാർഡ്സ് ആൻഡ് സം ഗെറ്റ്സ് ഗിഫ്റ്റ്. ചിലതിന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗിഫ്റ്റ് കിട്ടും. ചിലതിന് നമുക്ക് എന്ത് കിട്ടും? പണമായിട്ട് കിട്ടും. ഫോർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ടീച്ചിങ്, ട്രേഡിംഗ്, ഹെൽത്ത് കെയർ, ഇൻഡിവിജ്വൽസ് റിസീവ് മണി ആസ് റിവാർഡഡ്. ഇവിടെ
ടീച്ചിങ്ങിനും ട്രേഡിങ്ങിനും ഹെൽത്ത് കെയറിനും ഒക്കെ എന്താണ് ആ ആളുകൾക്ക് അവിടെ മണിയാണ് റിവാർഡായിട്ട് കിട്ടുന്നത്. Then income is the money received by a person over a period of time as a result of engaging in various income activities. ഒരു ആൾക്ക് ഒരു നിശ്ചിത പീരീഡിൽ ആൾക്ക് നിശ്ചിതമായിട്ടുള്ള പണം നൽകുന്നതിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുക. അഥവാ ഒരാൾ ഒരു മാസം ജോലി ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ കിട്ടുന്ന മണിയെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുക. അപ്പോൾ ഒരു നിശ്ചിത പീരീഡ് ഉണ്ടായിരിക്കും അതിന്, അതുപോലെ തന്നെ ഒരു നിശ്ചിത എമൗണ്ടും ഉണ്ടായിരിക്കും. ഫൈൻഡ് ഔട്ട് ദ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ റിവാർഡഡ് വിത്ത് മണി. ബാക്കിയുള്ള വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസിനാണ് ഇതുപോലെ മണി കിട്ടുന്നത്? ടീച്ചിങ് അല്ലെങ്കിൽ ട്രേഡ് ഇതിന് മാത്രമാണോ? അല്ല, ബിസിനസ്സിന് കിട്ടാറുണ്ട് അല്ലേ, നമുക്ക് ബിസിനസ്സിന് കിട്ടാറുണ്ട്. അതുപോലെ നമുക്ക് വല്ല ബിൽഡിങ്സോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് റെൻറ്റിന് കൊടുക്കുമ്പോൾ നമുക്കൊരു നിശ്ചിത തുക അവർ തരും. അതും നമ്മൾ മന്ത്ലി ആയിരിക്കും അല്ലെങ്കിൽ ഇയർലി ആയിരിക്കും. അപ്പോൾ അതും നമുക്ക് എന്താണ് അവിടെ ഇൻകം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ദെൻ എംപ്ലോയ്മെൻറ്റ്. ഇവിടെ പഠിപ്പ് തീർന്നാൽ എന്ന ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു പോം. അപ്പോൾ അത് കൂട്ടുകാർ വായിച്ചു നോക്കുക. ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ. Then in this poem the poet hints at the various type of employment we choose after studies. നിങ്ങളുടെ പഠനത്തിന് ശേഷം നിങ്ങൾ ചെയ്യാവുന്ന ഒരുപാട് തൊഴിലുകളെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ദ ജോബ്സ് മെൻഷൻ ഇൻ ദീസ് ലൈൻ? ഈ ലൈൻസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ജോബ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് അഗ്രികൾച്ചർ ആണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ട്രേഡ്, ദെൻ ടീച്ചിങ്, ദെൻ മിലിറ്ററി സർവീസ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ട്രേഡ്, ടീച്ചിങ്, മിലിറ്ററി സർവീസ്, ഇത്തരം ജോബാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. വാട്ട് എംപ്ലോയ്മെൻറ്റ് ഡു യു വിഷ് ടു ഡു ഇൻ ഫ്യൂച്ചർ? നിങ്ങൾ എന്ത് ചെയ്യാനാണ്, നിങ്ങൾ പഠിപ്പ് കഴിഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് ഇന്ന ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ, ആ ജോലി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൺലി ഫിസിക്കൽ വർക്ക് ദാറ്റ് ഹ്യൂമൻസ് ഡു. മനുഷ്യൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫിസിക്കൽ വർക്ക് മാത്രമാണോ ചെയ്യുന്നത്? അല്ല, ഫിസിക്കൽ വർക്ക് മാത്രമൊന്നുമല്ല അല്ലേ, മെൻ്റലി നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ നോ എന്ന് എഴുതാം. Then employment is a work done by a person physically or intellectually for income. എന്താണ് ഒരു ഇൻകം കിട്ടാനായിട്ട് ഒരു പേഴ്സൺ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലായിട്ടോ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ്, ആ ആക്ടിവിറ്റിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് റിവാർഡഡ് ഈസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് വേജ് ഓർ സാലറി. അതിന് കിട്ടുന്നത്, ആ എംപ്ലോയ്മെൻറ്റിന് കിട്ടുന്നത് എന്താണ്, റിവാർഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വേജ് ആയിരിക്കും അല്ലെങ്കിൽ സാലറി ആയിരിക്കും. എംപ്ലോയ്മെൻറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തിയുടെയും ഓരോ ഇൻഡിവിജ്വലിൻ്റെയും പ്രധാനമായിട്ടുള്ള മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു എംപ്ലോയ്മെൻ്റ് ആണ്. ഒരു വ്യക്തിക്ക്, ഒരു പേഴ്സണ് ഒരു ജോലി ഇല്ല അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, അവിടെ ഇൻകം കിട്ടില്ല അല്ലേ. ഇൻകം കിട്ടിയില്ലെങ്കിൽ അവിടെ എന്തായാലും അവരുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ തലവും ആകെ അവതാളത്തിലാകും. അപ്പോൾ ഒരു വ്യക്തിക്ക് അത്യാവശ്യമായിട്ട് എന്താ വേണ്ടത്, എംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ എക്കണോമിക് ആയിട്ടുള്ള അവരുടെ ഒരു ബെറ്റർമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ദെൻ എന്താണ് വേജ്, എന്താണ് സാലറി? നമ്മൾ പറയും വേജ് എന്നും സാലറി എന്നും പറയാറുണ്ട് അല്ലേ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേജ് ആൻഡ് സാലറി എന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. വേജസ് ഈസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയി ഫോർ പെർഫോമിങ് സർവീസ് അണ്ടർ എ കോൺട്രാക്ട്. എന്താണ് ഒരു വേജ് എന്ന് പറയുന്നത്? ഒരു കോൺട്രാക്റ്റ് പ്രകാരം ആ ഒരു ഓണർ, എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആരാണോ അതിൻ്റെ ഓണർ. ഇപ്പോൾ നമ്മളാണ് ജോലി ഒരാൾക്ക് ഏൽപ്പിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ എംപ്ലോയറും, ആരാണോ ജോലി ചെയ്യുന്നത് അവർ എംപ്ലോയിയുമാണ്. ഓക്കെ, അപ്പോൾ എംപ്ലോയിക്ക് ഒരു കോൺട്രാക്റ്റ് പ്രകാരം കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ്, ആ ഒരു പെയ്ഡിനെയാണ് നമ്മൾ വേജ് എന്ന് പറയുക. ബട്ട് വേജ് ഈസ് ഫിക്സ്ഡ് ഓൺ അവർലി ഓർ ഡെയിലി ബേസിസ്. എന്താണ് വേജ് എപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ അവർലി ആയിരിക്കും, അഥവാ മണിക്കൂറിനായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഡെയിലി ആയിരിക്കും. ഓക്കെ, ബട്ട് സാലറി ഈസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ദ വർക്ക് പെർഫോംഡ് ബൈ ദ എംപ്ലോയീസ് ഓൺ എ മന്ത്ലി ബേസ്. പക്ഷേ സാലറി എന്ന് പറയുന്നത് അതൊരു മന്ത്ലി ബേസ് ആയിരിക്കും അധികവും കൊടുക്കുന്നുണ്ടാവുക. അതും എങ്ങനെയാണ്, എംപ്ലോയർ ചെയ്ത വർക്കിനനുസരിച്ച് അവർക്ക് ആദ്യമേ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും ഇത്ര പൈസ എന്ന്, അതിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് കിട്ടുന്ന ആ ഒരു പെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ വേജ് എന്ന് പറയുന്നതും സാലറി എന്ന് പറയുന്നതും ഏകദേശം സെയിം ആണ്, പക്ഷേ ലിറ്റിൽ ബിറ്റ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി ദാറ്റ് എൻഗേജ് ഇൻ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇൻകം കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ എൻഗേജ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പം അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ടാവും, അമ്മ പോകുന്നുണ്ടാവും, ചേച്ചി പോകുന്നുണ്ടാവും. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നിങ്ങൾ ഇതുപോലെ ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി. അപ്പോൾ മെമ്പേഴ്സിൻ്റെ പേരെഴുതുക, അവരുടെ എംപ്ലോയ്മെൻറ്റ്, അവരുടെ തൊഴിൽ എന്താണെന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ സോഴ്സ് ഓഫ് ഇൻകം ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇൻകം കിട്ടുന്ന സോഴ്സുകൾ, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻകം കിട്ടുന്നത്. പീപ്പിൾ അറൗണ്ട് ആസ് ഏൺ ഇൻകം ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അവർക്ക് ഇൻകം കിട്ടുന്നത് ഒരുപാട് വേരിയസ് സോഴ്സിൽ നിന്നാണ്. ഒരു സോഴ്സിൽ നിന്നല്ല ഒരാൾ ഇൻകം ഉണ്ടാക്കുന്നത്, വേരിയസ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ്. ദേ ഗെറ്റ് ഇൻകം ഫ്രം അഗ്രികൾച്ചർ, ബിസിനസ്, ബാങ്ക് ഡെപ്പോസിറ്റ് ആൻഡ് അതർ അസറ്റ്സ്. പ്രധാനമായിട്ടും ഇൻകം കിട്ടുന്ന സോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് അഗ്രികൾച്ചർ, ദെൻ ബിസിനസ്, ദെൻ ബാങ്ക് ഡെപ്പോസിറ്റ്. ബാങ്കിൽ നമ്മൾ എന്തെങ്കിലും പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അയാളുടെ ഇൻകം ആണ്. ദെൻ അതർ അസറ്റ്സ്. അതർ അസറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസറ്റ്സ് ആർ ദ ഫിനാൻഷ്യൽ സോഴ്സസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ബിൽഡിംഗ് ആൻഡ് പ്രോപ്പർട്ടി ആർ എക്സാമ്പിൾസ് ഓഫ് അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആസ്തി എന്നാണ് മലയാളത്തിൽ പറയുക. ഇപ്പം നമുക്ക് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നമ്മളത് റെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വസ്തുക്കളുണ്ട്, ആ വസ്തുക്കൾ നമ്മൾ ചിലപ്പം ഈ സ്ഥലം ലാൻഡൊക്കെ നമ്മൾ പാട്ടത്തിന് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു നിശ്ചിത തുക അവർ തരും. അതിന് റെൻറ്റ് എന്ന് അല്ലെങ്കിൽ പാട്ടം എന്നൊക്കെ നമ്മൾ പറയും. അതും നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം സോഴ്സ് ആണ്. ഓക്കെ. Then labor or property that generates such income is called source of income. ഇത്തരത്തിലുള്ള വരുമാനം ലഭിക്കുന്ന, ഇൻകം ലഭിക്കുന്ന എന്തൊക്കെയാണോ ഉള്ളത് അതിനെയൊക്കെ നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയാൻ സാധിക്കും. ഇനി ഇവിടെ കംപ്ലീറ്റ് ദ ഡയഗ്രാം ഇലിസ്ട്രേറ്റിംഗ് ദ വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം. ഇൻകത്തിൻ്റെ വേരിയസ് സോഴ്സ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ഉണ്ട്, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളിടത്ത് എംപ്ലോയ്മെൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അഗ്രികൾച്ചർ കൊടുക്കാം അല്ലേ. അഗ്രികൾച്ചർ, ബിസിനസ്, ദെൻ അസെറ്റ്സ്. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ പറയാം, അഗ്രികൾച്ചർ, ബിസിനസ്, അസെറ്റ്സ്. ഇത് മൂന്നും നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ദെൻ ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് ഇൻകം ഫ്രം വേരിയസ് സോഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ളത് എന്താണ്? ഒരുപാട് സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻകത്തിൻ്റെ പേരും കൂടെയാണ് തന്നിട്ടുള്ളത്. ഇപ്പം അഗ്രികൾച്ചർ ആണെങ്കിൽ അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? ക്രോപ്പാണ് കിട്ടുക. നമുക്ക് എത്ര ക്രോപ്പ് കിട്ടുന്നോ അതിനനുസരിച്ചിട്ട് നമ്മളത് വിൽക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് കിട്ടുക അല്ലെ, പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ അവിടെ ക്രോപ്പാണ് അതിൻ്റെ വരുമാന മാർഗം എന്ന് പറയുന്നത്. എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ വേജസ് അല്ലെങ്കിൽ സാലറി ആയിരിക്കും. ബിസിനസ് ആണെങ്കിലോ ഒരു ബിസിനസ്സിന് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ നമ്മുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് ആണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആയിരിക്കും. ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും. അസറ്റ്സ് ആണെങ്കിൽ റെൻറ്റ് അല്ലെങ്കിൽ ലീസ്, റെൻറ്റ് കിട്ടും അല്ലെങ്കിൽ ലീസ് കിട്ടും. ഇനി സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. അവിടെ നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ഷെയർ ആണ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ആണ്. ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വാങ്ങിച്ചു, ഇപ്പോൾ ഒരു കമ്പനി ഒരു സ്റ്റോക്ക് വിൽക്കുകയാണ്, ആ സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിന് കിട്ടുന്ന പ്രോഫിറ്റാണ് നമുക്ക് ഷെയർ ചെയ്യുന്നത് അവർ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഓർഗനൈസ് എ ഡിസ്കഷൻ ഇൻ യുവർ ക്ലാസ് ഓൺ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം ഇൻ യുവർ ഫാമിലി. നിങ്ങളുടെ ഫാമിലിയിൽ കിട്ടുന്ന ഇൻകം സോഴ്സിനെ കുറിച്ചിട്ട് ക്ലാസ്സിലൊരു ഡിസ്കഷൻ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചറുടെ ഹെൽപ്പോടുകൂടി വെക്കുക. ദെൻ ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം. എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻകം, എന്താണ് ഫാമിലി ഇൻകം എന്നാണ് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ആസ് എ സോഴ്സ് ഓഫ് ഇൻകം വിച്ച് ആർ ഡിഫറെൻറ്റ് ഇൻകം ഫ്രം സച്ച് സോഴ്സസ് ഓൾസോ വേരിയസ്. എന്താണ്? നമുക്ക് ഇൻകം കിട്ടുന്നത് ഒരു സോഴ്സിൽ നിന്ന് മാത്രമായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ അച്ഛൻ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അച്ഛന് ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് മാത്രമായിരിക്കും കിട്ടുന്നത്. അല്ല, അച്ഛൻ വേറെയും ചിലപ്പം ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വല്ല ഷെയർ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക്, ഒരു പേഴ്സണ് ഒരു ഇതിൽ നിന്നല്ല, ഒരു നിശ്ചിതമായിട്ടുള്ള ഒന്നിൽ നിന്ന് മാത്രമല്ല ഇൻകം വരുന്നത്, അയാൾക്ക് വേരിയസ് സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ടായിരിക്കും. ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ഏൺ income from many sources. For example, a farmer's personal income can be from the interest incurred from the bank deposit,
പ്രോഫിറ്റ് ഫ്രം അഗ്രികൾച്ചർ റിലേറ്റഡ് ബിസിനസ് എക്സെട്ര. ഇപ്പം എന്താ പറയുന്നത്, ഒരു ഫാർമർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് ഒന്ന് ആ ക്രോപ്പിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതുമല്ലാതെ അയാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതിൽ നിന്ന് കിട്ടുന്നത്, അതുപോലെ മറ്റുള്ള ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ പല സോഴ്സിൽ നിന്നും ഇൻകം വരാൻ ഉണ്ടായിരിക്കും. Thus a person gets income through employment and other means. Personal income is the total income received by a person from various sources of income during a particular period. ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഒരു വ്യക്തിക്ക്, ഒരു പേഴ്സണ് കിട്ടുന്ന ടോട്ടൽ ഇൻകം, ഏതൊക്കെ അയാൾക്ക് എവിടൊക്കെ നിന്ന് ഇൻകം വരുന്നുണ്ടോ ആ മൊത്തം ഇൻകം സോഴ്സ്, ആ എല്ലാ ഇൻകവും കൂടെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഇൻകത്തെയാണ് നമ്മൾ പേഴ്സണൽ ഇൻകം എന്ന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. ദെൻ യു ഹാവ് ഡിസ്കസ്ഡ് യുവർ ഫാമിലീസ് വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം ഹാവിൻ യു. നമ്മുടെ ഫാമിലിയിലെ ഒരുപാട് മെമ്പേഴ്സിൻ്റെ ഇൻകം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ദസ് ഫാമിലി ഇൻകം ഈസ് ദ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഡ്യൂറിങ് എ സെർട്ടൻ പീരീഡ്. ഒരു സെർട്ടൻ പീരീഡിൽ ഫാമിലിയിലെ എല്ലാവർക്കും കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ഫാമിലി ഇൻകം എന്ന് പറയുക. അഥവാ ഒരു ഫാമിലിയിലെ ഈച്ച് ഇൻഡിവിജ്വൽ ഇൻകം കൂട്ടുമ്പോഴാണ് നമുക്ക് ഫാമിലി ഇൻകം കിട്ടുന്നത്. മനസ്സിലായോ? അഥവാ ഫാമിലി ഇൻകം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, അച്ഛൻ്റെ ഇൻകമാണ് ഫാമിലി ഇൻകം എന്ന്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക അച്ഛൻ്റെ ഇൻകമാണ് ഇൻഡിവിജ്വൽ ഇൻകം. ഫാമിലി ഇൻകം നോക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും വീട്ടിലെല്ലാവരുടെയും ഇൻകം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫാമിലി ഇൻകം കിട്ടും. ഓക്കെ, ദെൻ ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ലിസ്റ്റ് ഔട്ട് വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ആൻഡ് ദ ഇൻകം ഫ്രം ദം. എന്താണ് നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിച്ചിട്ട് വരുമാനം വരുന്ന, ഇൻകം വരുന്ന സ്രോതസ്സുകളും അതിൻ്റെ ഈ ഇൻകം വരുന്ന സ്രോതസ്സുകളൊന്ന് പട്ടികപ്പെടുത്താനാണ്, ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡിഫറെൻറ്റ് എംപ്ലോയ്മെൻറ്റ്. താഴെ നമുക്ക് ഒരുപാട് എംപ്ലോയ്മെൻറ്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ ആണ് അല്ലേ. സെക്കൻഡ് വണ് ഒരു ഫാർമർ ആണ്. തേർഡ് വണ് ടീച്ചിങ് ആണ്. പിന്നെന്താണ് ഡ്രൈവർ ആണ്. പിന്നെ അവിടെ അഗ്രികൾച്ചർ ആണ്. ഇവിടെ ലോയർ ആണ്. Look at the pictures given above. What employment are seen in the picture? ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്? ഇവിടെ ടീച്ചിങ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ എന്തൊക്കെ കാണുന്നുണ്ട്? ഹെൽത്ത് കെയർ കാണുന്നുണ്ട്, കാറ്റൽ റിയറിംഗ് കാണുന്നുണ്ട്, ഡ്രൈവിംഗ്, അഗ്രികൾച്ചർ, ലോയർ, ഇത്രയുമാണ് ഇവിടെ കാണുന്നത്. ഇനി ഇവിടെ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ് എന്താണ്, നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെന്റ് എന്താണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അഗ്രികൾച്ചർ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ്സ് റിലേറ്റഡ് ടു ദ അഗ്രികൾച്ചർ. Agricultural employment is the work done using the natural resources such as cultivation of plants for food and fiber production. ഫൈബർ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഫുഡിനും വേണ്ടിയിട്ടുള്ള കൾട്ടിവേഷൻ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് നമ്മുടെ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അഗ്രികൾച്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇനി നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാലോ, all kinds of employments that are not included in agriculture employments can be considered as non-agriculture employment. എല്ലാ തൊഴിലും എന്ന് പറയുന്നത് നമ്മൾ അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ളതൊന്നല്ല, അതല്ലാത്ത ഒരുപാടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആർ നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്സ്. Examples of non-agriculture employments including manufacturing of clothes, constructions, ബിസിനസ്, ബാങ്കിങ്, ടീച്ചിങ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വർക്ക് ഇൻ ദ ഫാക്ടറി. അപ്പോൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്കറിയാം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും, ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, ബാങ്കിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും, ടീച്ചിങ് ഉണ്ടായിരിക്കും, ട്രാൻസ്പോർട്ടേഷനുമായിട്ടുള്ളതുണ്ടായിരിക്കും. അത്തരത്തിലുള്ളതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എവിടെയാണ്? നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റിലാണ്. ഓക്കെ, ഇനി ഇവിടെ അതിന് താഴെയായിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ദ അഗ്രികൾച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ? മേക്ക് നോട്ട്സ്. നിങ്ങളുടെ സ്കൂളിലെ കാർഷിക ക്ലബിൻ്റെ കീഴിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ നിങ്ങളൊന്ന് എഴുതുക. Then next one, complete the table given below by classifying the employments found in your surroundings into agriculture and non-agriculture. നിങ്ങളുടെ ചുറ്റും കാണുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, അതിന് നിങ്ങൾ അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ എന്ന രീതിയിൽ ഒന്ന്
ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൾട്ടിവേഷൻ ഓഫ് റൈസ് എന്നുള്ളത് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആണ്. അതുപോലെ തന്നെ പിസിക്കൾച്ചർ എന്ന് പറയുന്നത്, അതുപോലെ ഹോർട്ടിക്കൾച്ചർ, അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അഗ്രികൾച്ചർ എംപ്ലോയ്മെന്റ്സിൽ എഴുതാം. ഇനി നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെന്റിലാണെങ്കിൽ ബിസിനസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ടീച്ചിങ്, ഡ്രൈവിങ്, അതൊക്കെ നിങ്ങൾക്ക് അവിടെയും എഴുതാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അടുത്ത ഭാഗം മുതൽ സെൽഫ് എംപ്ലോയ്മെന്റ് മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.